നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അതിനൊരു കപ്പ് പത്തിരിപ്പൊടിയും ഒരു അരക്കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് മൈദാ മാവാട്ടോ എടുത്തിട്ടുള്ള. അത് ഞാൻ ഒരു കപ്പിലോട്ട് വെച്ച് അളന്ന് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പാനി കാച്ചിയത് ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. ഞാനൊരു 400 ഗ്രാം എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് 2 പാളയംകുടം പഴം, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ഏലക്കയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെക്കുക. അതിൽ നമുക്ക് പാനിൽ നെയ്യ് ചൂടാക്കി അതിൽ തേങ്ങാക്കൊത്തും ഒരു പിടി കറുത്ത എള്ളും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ. അതിൽ ഉണ്ണിയപ്പച്ചട്ടിലേക്ക് പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കുഴിയിലോട്ട് നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ആഹൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നല്ലതുപോലെ ഉള്ള ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം.